CPIഎമ്മിനോടുള്ള സമീപനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത തുടരുന്നു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്റർക്ക് പത്രത്തിലെ ലേഖനത്തിലൂടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുസ്തഫ മുണ്ടുപാറ മറുപടി നൽകിയെന്നറിയുന്നു. സമസ്തയിൽ ചിലർക്ക് CPIഎം അനുകൂല നിലപാടുണ്ടെന്ന് ചീഫ് എഡിറ്ററും സമസ്ത മുഷാവറ അംഗവുമായ ബഹാവുദ്ദീൻ നദ്വി ഇന്നലെ വിമർശിച്ചിരുന്നു. കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇടതുമുന്നണിയുടെ പരസ്യം കൊടുത്തതെന്ന് CEO മുസ്തഫ മുണ്ടുപാറ. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. പറയൂ സമീർ ബിൻ കരീം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. കഴിഞ്ഞ ദിവസമാണ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി സമസ്തക്കും അതോടൊപ്പം തന്നെ ഈ സുപ്രഭാതത്തിനുമെതിരെ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞിരുന്നത് സമസ്തയിലെ ചില ആളുകൾ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിന്റെ നയത്തിൽ മാറ്റം വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് താൻ സുപ്രഭാതം പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതുമായിരുന്നു ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ വിമർശനം. അതിന് അദ്ദേഹത്തിന് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രഭാതം CEO മുസ്തഫ മുണ്ടുപാറ ഒരു ലേഖനത്തിലൂടെ ഇദ്ദേഹത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഗൾഫ് സുപ്രഭാതം ചരിത്രം കുറിച്ച മുന്നേറ്റം എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പറയുന്നത് സുപ്രഭാതം ആരംഭകാലത്തുള്ള നയത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സുപ്രഭാതത്തിന്റെ നയത്തിലും പോളിസിയിലും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് തന്നെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതോടൊപ്പം തന്നെ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളും കോട്ടുമല ബാപ്പു മുസ്ലിയാർ അടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് ഒരു പോളിസി തയ്യാറാക്കിയത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. സുപ്രഭാതത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ ആക്ഷേപങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അതിനൊക്കെ തന്നെ അതിജീവിച്ചാണ് സുപ്രഭാതം മുന്നോട്ട് പോകുന്നത് എന്നും ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം സുപ്രഭാതത്തിന് നേരെ വന്നിരുന്നത് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പരസ്യം നൽകി എന്നുള്ളതായിരുന്നു. അതിനും കൃത്യമായ മറുപടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. സുപ്രഭാതം നേരത്തെയും തദ്ദേശ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെയും LDFന്റെയും പരസ്യങ്ങളെല്ലാം തന്നെ സുപ്രഭാതം നേരത്തെയും നൽകിയതാണ്. അത് തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. എന്നാൽ ഇത്തവണ വിമർശനം വന്നതിനെ കുറിച്ചും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നില്ല. ഇവരുടെ അനുമതിയും അതോടൊപ്പം തന്നെ ഇവരുടെ സമയവും ചോദിച്ച ശേഷമാണ് സുപ്രഭാതം പരിപാടി തീരുമാനിച്ചിരുന്നത്. അതിനുശേഷമാണ് അവർ പങ്കെടുക്കാതിരുന്നത് എന്നും ഈ ലേഖനത്തിലൂടെ വളരെ കൃത്യമായി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സുപ്രഭാതം പരിപാടിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണവും ആവേശവും അദ്ദേഹം വന്ന സമയത്ത് തക്ബീർ ധ്വനിയും ഉയർന്നിരുന്നു. ഇതിനെയും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ നേരത്തെയും സുപ്രഭാതത്തിന്റെ പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ, P ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോഴും പങ്കെടുത്തത് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർക്കും CEO ലേഖനത്തിലൂടെ മറുപടി പറയുകയാണ്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. മിനി ബാബു പറയുന്നു പോസ്റ്റ് ഓഫീസ് അവധിയാണ്, ബുദ്ധപൂർണിമയാണ്, അതുകൊണ്ട് ഇടവേള ഇല്ലാതെ 24 കണ്ടുകൊണ്ടിരിക്കുന്നു. സായുജ്യമടയ്യ 24 കണ്ട്. സുധാ വിശ്വം പറയുന്നു ജനങ്ങൾ വെള്ളക്കെട്ടിൻ്റെയും മണ്ണിടിയുന്നതിൻ്റെയും അടുത്ത് കാണാൻ പോയി നിൽക്കരുത് എന്നാണ് പറയുന്നത്. പന്തളത്തൊരു പഴയ പാലം കാണാൻ ആളുകൾ പോയി, അന്ന് പാലത്തോടൊപ്പം ആളുകൾ ഒലിച്ചുപോയ കാര്യം സുധാ വിശ്വം ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ ടൂറിസ്റ്റായിട്ട് ചില ആൾക്കാരെ ദുരന്തങ്ങളുടെ ടൂറിസ്റ്റ് അങ്ങനെ പോകരുത് എന്നാണ് സുധാ വിശ്വം ഓർപ്പിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്.